പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിൽ ഒരു ദിനം കൂടി ആയിത്തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 46-ാം അധ്യായം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം സഹായവും ആശ്വാസവുമായി എപ്പോഴും നമ്മുടെ സമീപസ്ഥനായി കൂടെയുണ്ട്. നമുക്ക് ആശ്രയവും ആശ്വാസവും വിശ്വാസവും ഉള്ളത് എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലും ആ ദൈവീയ ആശ്വാസത്തിലുമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതായത് ഓരോരുത്തർക്കും എത്രമാത്രം ദൈവത്തെ വിളിച്ച് ഓരോരോ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് നമുക്ക് എത്രമാത്രം തുണയായി കൂടെ നിന്ന് നമ്മെ സഹായിക്കുന്ന ആ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് സഹായം കിട്ടാതിരിക്കുന്ന ആ സ്ഥാനത്ത് യേശുപ്പച്ചൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇന്നയാൾ നമ്മൾ സഹായിക്കും, നമുക്ക് അവിടുന്ന് ആയിരിക്കും സഹായം കിട്ടുന്നതെന്ന്. അത് നമ്മിൽ നിന്ന് മാറിപ്പോകാറില്ലേ? ഹല്ലേലൂയ. എങ്കിലും കർത്താപ്പച്ചൻ വേണ്ടുന്നതായ സഹായവുമായി നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. പ്രിയ മക്കളെ, യേശുപ്പച്ചൻ നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, ഹല്ലേലൂയ, കോട്ടയാണ്, പരിചയമാണ്. ഹല്ലേലൂയ. നമ്മെ പരിപാലിക്കുന്ന ആ നല്ല കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നോക്കൂ, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ പലതും ഏറി വരുമ്പോൾ നമുക്ക് സങ്കേതമായി ബലമായി കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുന്നത്. ഹല്ലേലൂയ. വിവിധ ഇടങ്ങളിൽ ഇരുന്ന് നമുക്ക് വേണ്ടി ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നാം ഓരോരുത്തരും ഓരോ ദിനവും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, സകല പ്രതികൂലങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകി തരുന്നു. ഹല്ലേലൂയ. കാരണം ദൈവ പൈതലിൻ്റെ സങ്കേതം കർത്താവാണ്. ആപത്തിൽ നിന്നുള്ള അഭയസ്ഥാനം കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിൻ്റെയും അതിൻ്റെ സഭായോഗങ്ങളിന്മേലും പകലിൽ ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിക്കുവാൻ സങ്കേതവും മറവിടവുമായ ഒരു കൂടാരമുണ്ടായിരിക്കും. ഹല്ലേലൂയ. പലയിടങ്ങളിലും നമ്മൾ അറിയുന്നില്ല നമ്മെ എങ്ങനെയൊക്കെയാണ് കർത്താപ്പച്ചൻ പരിപാലിക്കുന്നതെന്ന്. ഹല്ലേലൂയ. നാം അറിയാതെയാണ് നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ കർത്താപ്പച്ചൻ പല ആപത്തുകളിൽ നിന്ന് ഹല്ലേലൂയ വിടുവിച്ചെടുക്കുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിന് നന്ദിയുള്ളവരായി ഓരോ ദിനവും കർത്താവ് നടത്തുന്ന വഴികളെ ഓർത്ത് നമ്മളെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കേണ്ടതാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ നടത്തിയ വഴികൾക്കായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദിനംതോറും കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് നമുക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കണം. യേശുപ്പച്ചന് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവിക ശക്തി തന്ന് ദൈവം നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നോക്കൂ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ കർത്താവ് മാത്രമാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയും ഇന്നയാൾ നമുക്ക് തുണയായിട്ടുണ്ട്, നമ്മളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അവർ മാറിപ്പോകുന്ന സന്ദർഭങ്ങൾ നാം കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. എങ്കിലും അവിടെയെല്ലാം മാറി നിൽക്കാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. യേശുവിൽ ആശ്രയിക്കുന്ന ഏത് ദൈവ പൈതലിനെ കർത്താവ് കൈവിടാതെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. വേണ്ടുന്ന സ്ഥലത്ത് വേണ്ടുന്ന ഇടത്ത് ഹല്ലേലൂയ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പരിപാലനം തന്ന് സൂക്ഷിച്ച് നമ്മെ വഴി നടത്തുന്ന മാനിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മെ മാനിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മെ കരുതുന്ന അപ്പൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നിടത്തോളം നമ്മെ നയിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. കരങ്ങളിൽ നമ്മെ തന്നെ
സമർപ്പിക്കാം. തക്ക തുണയായിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, യേശുവപ്പൻ നമ്മോട് കൂടെ എപ്പോഴും ഉള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമാണ് നമുക്ക് സങ്കേതമായി, ബലമായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ഏതാവശ്യത്തിന്റെയും ഏതൊരു സമയത്തും സമീപസ്ഥനായി കൂടെയുള്ളത് കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. നാം സഹായത്തിനായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയ കരുണ ലഭിക്കുവാൻ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ, ഹല്ലേലൂയ, കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. എവിടെയും ധൈര്യത്തോടെ നമുക്ക് ചെല്ലുവാൻ പറ്റത്തില്ല. നമ്മുടെ യേശുപ്പന്റെ പാദപീഠത്തിൽ മാത്രമേ ധൈര്യത്തോടെ നമുക്ക് ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. കാരണമുണ്ട്, യേശു അപ്പച്ചൻ നമ്മെ പരിപാലിക്കുന്ന അപ്പച്ചനാ. ഏതു നേരത്തും നമ്മെ കാത്തു പരിപാലിക്കുന്ന അപ്പച്ചനാ. ഹല്ലേലൂയ. കൈവിടാത്ത അപ്പച്ചനാ നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയുന്നത് സത്യക്ക്, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ. ഹല്ലേലൂയ. പ്രിയരെ, ക്രിസ്തു നമ്മുടെ ബലഹീനതകളോട് സഹതാപം കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ സ്വർഗീയ സിംഹാസനത്തോട് സമീപിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ആഗ്രഹിക്കുകയും അത് സ്വീകരിക്കുകയും അതിന് നമുക്ക് മറുപടി നൽകി തരികയും ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുപ്പന്റെ പാദപീഠത്തിൽ ചെന്നാൽ മതി പ്രിയ മക്കളെ. നാം പറയുന്ന കാര്യങ്ങളുടെ മധ്യത്തില് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരുടെ മുമ്പിലല്ല കൈ നീട്ടേണ്ടത്, കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ കായ്ത്തീരേണ്ടത്. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ക്രിസ്തു തന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരു വഴി തുറന്നു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഏത് സമയത്തും സഹായവും സംരക്ഷണവും ലഭിക്കും. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. എല്ലാവരും നമ്മെ സ്നേഹിച്ചെന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഏത് സമയത്തും സ്നേഹമായി, സന്തോഷമായി, സഹായമായി കൂടെയുള്ളത് ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും മതിയായ കർത്താവിനെ നാം മുറുകെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നല്ല പരിചയമായ കർത്താവിനെ ചേർത്ത് പിടിച്ച് നമ്മുടെ പാത, ഹല്ലേലൂയ, നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. ജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ബലത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കേണ്ടത്. ഹല്ലേലൂയ. ആ ബലമുള്ള കൈക്കീഴി താണിരിക്കുമ്പോൾ കർത്താവ് നമ്മെ ഉയർത്തും. പ്രിയ മക്കളെ, യേശുപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെ പരിപാലിക്കണമേ. യേശുപ്പ, ഞങ്ങൾക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളുടെ മധ്യത്തിലും ദൈവം വഴിയൊരുക്കി തരണമേ എന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന അപ്പനാണ്. വല്ലാത്ത ലോകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രിയ മക്കളെ, യേശുപ്പിൽ മാത്രമേ മുറുകെ പിടിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ ദൈവം സഹായിക്കണമേ. പലവിധമായ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുടെ മേൽ യേശുപ്പച്ചന്റെ കരം നീട്ടണം. കർത്താവേ, എൻ്റെ അപ്പൻ സങ്കേതമായി, ബലമായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഓരോ മക്കളോടും കൂടെ ഉള്ളതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ അനുഭവിപ്പാൻ, കർത്താവ് കൂടെയുള്ള ആ വിശ്വാസത്തിൽ ഉറപ്പോട് നിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ കാര്യങ്ങളിൽ എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡെയിലി മന്നയിലൂടെ കൊടുക്കുന്ന വചനം കർത്താവേ, ഓരോ മക്കളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലായി തീരുവാൻ, ആത്മീയ ബലമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ദിനംതോറും ഓരോരുത്തരെയും ഹല്ലേലൂയ ആത്മാവി ബലപ്പെട്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.